ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പിറന്ന കോലത്തുനാട്ടിന്റെ മണ്ണിൽ 14 ഏക്കർ വിസ്തൃതിയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ജലാശയത്തെ പ്രതീകവൽക്കരിച്ച് യമുന ആരതി. മാലിന്യ വിഷലിപ്തമായ ജലാശയങ്ങളെ ശുദ്ധീകരിച്ച് സംരക്ഷിക്കണമെന്ന പ്രതീകാത്മക ആഹ്വാനമായാണ് യമുന ആരതി നടത്തിയത്. CMS ചന്ദേരമ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം കൃഷ്ണഗാഥ പാരായണ മാസമായി ആചരിച്ചതിന്റെ സമാപ്തിയിലാണ് യമുന ആരതി ഒരുക്കിയത്. സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപവൽക്കരിച്ച കൃഷ്ണപ്പാട്ട് വഴക്കം കൂട്ടായ്മയിലെ അമ്മമാർ കൃഷ്ണഗാഥയുടെ ഫലശ്രുതി ചൊല്ലി കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്ര പ്രദർശനം ചെയ്ത ശേഷമാണ് യമുന ആരതിക്ക് എത്തിയത്. കൃഷ്ണ സ്വർഗതിരീരിത ആജ്ഞയാ കോരഭൂപസ്യ പ്രാജ്ഞസ്യോ ദേവർമണ ആജ്ഞയാ കോരഭൂപസ്യ പ്രാജ്ഞസ്യോ ദേവർമണ കൃതായാം കൃഷ്ണഗാഥായാം കൃഷ്ണ സ്വർഗതിരീരിത കൃഷ്ണ സ്വർഗതിരീരിത ആജ്ഞയാ കോലഭൂപസ്യ പ്രാജ്ഞസ്യോ ഉദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായാം. തുടർന്ന് യമുനാഷ്ടകം ചൊല്ലി ചിറപ്പടവിൽ അമ്മമാർ അണിനിരന്നു. ചിറക്കൽ ഉത്രാട തിരുനാൾ CK രാമവർമ്മ വലിയ രാജ ഭദ്രദീപം തെളിയിച്ചു. കിഴക്കേക്കര ക്ഷേത്രം മേൽശാന്തി മധു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സനാതന പുരോഹിത സമാജം സംസ്ഥാന അധ്യക്ഷൻ വാഴയിൽ പ്രകാശൻ തന്ത്രി, നാരങ്ങോളി അശോകൻ എന്നിവർ സഹകാർമ്മികരായി. ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട് പാരായണം മലയാള ഭാഷ സംരക്ഷണം കൂടിയാണെന്ന് ഇതിനാൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മഹാകാവ്യമായ കൃഷ്ണഗാഥ മലയാള ഭാഷയുടെ തനിമ നിലനിർത്തുന്ന മഹാകാവ്യമാണെന്ന് ഒരിക്കൽ കൂടി ഈ യമുന ആരതിയിൽ യമുന സദസ്സിൽ വെച്ച് നമുക്ക് പ്രഖ്യാപിക്കാം. കൃഷ്ണഗാഥ കോലത്തുനാടിന്റെ ഗാഥ മലയാളക്കരയുടെ ചിങ്ങപ്പാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റുപാടാൻ സമ്മേളനം തുടങ്ങാനായി എല്ലാവരും ക്ഷേത്രത്തിലേക്ക്. തുടർന്ന് കിഴക്കേക്കര മതിലകം ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന കൃഷ്ണഗാഥായാനം സദസ്സ് KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവിൽ ചിറക്കൽ പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ചിറക്കൽ വൃന്ദാവന പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും 24 മണിക്കൂറും കൃഷ്ണഗാഥ പാരായണം നടക്കുന്ന മ്യൂസിയം തയ്യാറാകുമെന്നും KV സുമേഷ് MLA പറഞ്ഞു. CMS ചന്ദേരമ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം ഒരുക്കിയ കൃഷ്ണഗാഥായാനം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പദ്ധതിയുടെ അന്തിമ രൂപരേഖയായെന്നും ഇനി കാലതാമസം ഉണ്ടാവില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഒരു കാലത്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഈ ചിറക്കലും നമ്മുടെ ഈ പ്രദേശത്തിൽ വലിയ ഭക്തജനങ്ങളെ ആകർഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു കിഴക്കേക്കര ക്ഷേത്രം. അതിൻ്റെ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള അതിൻ്റെ കൃഷ്ണഗാഥയിലെ എല്ലാ വാക്യങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. തുടങ്ങി ക്ഷേത്രത്തിൻ്റെ ഒരു പൈതൃകം വളരെ വലുതാണ്. അതിനെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് ഉറപ്പ് നൽകുന്നത്, ആ സംരക്ഷണം കൃത്യമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യുന്നുണ്ട്. ഈ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് വിഷയം കൊണ്ടാണ് കുറച്ചധികം നീണ്ടുപോകുന്നത്. നമ്മുടെ ചെറുശ്ശേരി സ്മാരകവും വൃന്ദാവനവും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു നവംബർ അവസാനത്തോടു കൂടി അത് ടെൻഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പണി നമുക്ക് ആരംഭിക്കാൻ പറ്റും. അതല്ലാതെ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സുരേഷ് ഗ്രാമങ്ങളുടെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെ കൂട്ടായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി
അടുത്തൊരു വർഷം 1-2 വർഷത്തിനുള്ളിൽ കിഴക്കേ മതിലകം ക്ഷേത്രത്തെ വളരെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് കൃഷ്ണൻ്റെ ഒരു ചെറിയ വൃന്ദാവനം, 24 മണിക്കൂറും കൃഷ്ണഗാഥ കേൾക്കാവുന്ന ക്ഷേത്രം തുടങ്ങി വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. പൈതൃക സംരക്ഷണ പട്ടികയിൽ ചിറക്കൽ ക്ഷേത്ര നഗരിയെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് BJP ജില്ലാധ്യക്ഷൻ KK വിനോദ് കുമാർ അറിയിച്ചു. ചിറക്കൽ പൈതൃക ഗ്രാമത്തിന്റെ രാജഗോപുരമായ കിഴക്കേക്കര ക്ഷേത്ര ഗോപുരവും ഊട്ടുപുരയും നാശത്തിന്റെ വക്കിലാണെന്നും സംരക്ഷിത സ്മാരകമായി രാജഗോപുരവും കിഴക്കേക്കരയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരുകൾ നടപടിയെടുക്കണമെന്ന് സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോടും ആവശ്യപ്പെട്ടു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാനങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഒരു 10-16 ദിവസമായിട്ട് അലച്ചടി തന്നെയായിരുന്നു. ശബ്ദവുമില്ല, ഒന്നുമില്ല. പിന്നെ പക്ഷേ ഈ ഒരു ചടങ്ങിൽ ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ ജീവിത യാത്രയിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഔഷധം പോലെയുള്ളത് എനിക്ക് നഷ്ടപ്പെടുകയോ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. സത്യമാണ്. സംഘാടകത്വം ഒരു കലയാണെന്ന് തെളിയിച്ചു കൊണ്ടുപോകുന്ന ഒരു അതാണ് ഇപ്പോൾ മനസ്സിലായി. യാതൊരു സംശയവുമില്ല, സംഘാടകത്വം ഒരു കലയാണ്. 64 കലകളിലല്ല 65ാമത്തെ ഒരു കലയാണ് സംഘാടകത്വം എന്ന് ഇന്ന് തെളിയിച്ചു. കൃഷ്ണഗാഥയുടെ ദേശീയ പ്രചാരണത്തിന് പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ കണ്ണോത്ത് ദയാനന്ദൻ കൃഷ്ണഗാഥ മഹാകാവ്യ പുസ്തകം KV സുമേഷ് MLA യിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. ചെറുപ്പത്തിലെ നിങ്ങൾ ഈ കൃഷ്ണനും അമ്മയും വീടും ഒരു ഫിലിം ആക്ടുമായിട്ടല്ല ഒരു കണക്ഷൻ ആലോചിക്കുമായിരിക്കും. പക്ഷെ പറഞ്ഞുതരാം, നമ്മൾ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സിനിമ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്, കുറേ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, കുറേ സ്ക്രിപ്റ്റ് ഹെൽപ്പ് എന്ന് പറയും നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷാറുഖ് ഖാൻ്റെ മോൻ്റെ പിക്ചറിനും കന്നഡ വേർഷനിൽ ഞാനാണ് ഡബ് ചെയ്യുന്നത്. പക്ഷേ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വലിയൊരു സമസ്യ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക, ഡയലോഗ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സിറ്റുവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്താ വിശ്വസിക്കുന്നതോ ഇമ്മീഡിയറ്റ് നമ്മൾ ഭഗവത്ഗീത എടുത്താൽ നോക്കുക. അതിൽ സിറ്റുവേഷൻ ഉണ്ട്, ഇല്ലാത്ത സിറ്റുവേഷനേ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കലി കൃഷ്ണൻ ഈ സ്ഥലത്ത് ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുജലേൻ്റെ അപ്പാടെ എടുത്ത പാടൻ കിട്ടും. ഓ ഇതിങ്ങനെയാണ് വേണ്ടത്. കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് സ്വാഗതം പറഞ്ഞു. മലയാളം അധ്യാപകനും ആധ്യാത്മിക പ്രഭാഷകാചാര്യനുമായ RV ദിവാകരൻ മാസ്റ്റർ കൃഷ്ണഗാഥ യാന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപാട്ട് വഴക്കം സംയോജിക കൊളപ്പുള്ളി രാജേശ്വരി അമ്മ മൊളോളം, ശ്രീദേവി ശരത്ചന്ദ്രവർമ്മ, ശിവഗിരി മഠം കേന്ദ്ര നിർവാഹ സമിതി അംഗം സബിത, സപ്താഹാചാര്യ ഗീതാരാജൻ തുടങ്ങിയവർ കൃഷ്ണഗാഥ യാനത്തിന് നേതൃത്വം നൽകി. പത്മശ്രീ SRD പ്രസാദ്, കിഴക്കേക്കര ക്ഷേത്രം സെക്രട്ടറി ഗോവിന്ദൻകുട്ടി, ചാമുണ്ടിക്കോട്ടം സെക്രട്ടറി CK സുരേഷ് വർമ്മ, BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് മാസ്റ്റർ, ഡോക്ടർ CK അശോക് വർമ്മ, ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട്, ആർഷ സംസ്കാര ഭാരതി സംസ്ഥാന അധ്യക്ഷൻ KN രാധാകൃഷ്ണൻ മാസ്റ്റർ, മഹാത്മാ മന്ദിരം അധ്യക്ഷൻ EVG നമ്പ്യാർ, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുരളീകൃഷ്ണൻ, പള്ളിപ്പുറം പ്രസന്നൻ, രാധാകൃഷ്ണൻ മാണിക്കോത്ത്, പ്രശാന്ത് അഗസ്ത്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.